ചേട്ടാ ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുക്കാനിട്ടാ. അല്ല ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കുളിക്കാൻ കേട്ടാ, അതുകൊണ്ടാ. അയ്യോ കുളിയൊന്നും കാണണമെന്ന് അവൻ പറയുമ്പോൾ ആ കിണി എന്തായാലും നിന്റെ കെട്ടിയവനല്ലല്ലോ, നിന്റെ അരുണേട്ടനും അല്ല. അപ്പൊ അത് തേർഡ് പേഴ്സൺ തന്നെയാണ് അല്ലേ? അയാൾ നിന്റെ കുളിയൊന്ന് കാണണം, എത്ര നേരം നീ കുളിക്കണേന്ന് ചോദിക്കുമ്പോ കിണുത്ത് നീ സംസാരിക്കുന്നിടത്ത് നീ ഏതാ എനവെന്ന് അതിനകത്തില്ലേടി? അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് കുറഞ്ഞു പോയില്ലേ? അല്ല ഞാൻ തിരിച്ചു വിളിച്ചു, അപ്പേട്ടൻ ബിസി, പിന്നെ ഏട്ടൻ ഫോൺ എടുത്തില്ല. ഏട്ടൻ എവിടെയുള്ളേ? നാട്ടിലുണ്ടായിരിക്കുന്നേ. ആണോ? കോഴിക്കോടൊന്നും വരുന്നില്ല. ആണോ? ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജസ്ന സലീം, കണ്ണന്റെ സ്വന്തം ജസ്ന, ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണന്റെ പടം വരച്ച് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു മുസ്ലിം പെൺകുട്ടി അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ഈ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു കൗതുകത്തോടെ അന്ന് നമ്മൾ കേട്ട ഒരു ന്യൂസാണ്. എന്തായാലും ആ ജസ്നയെ കുറിച്ചിട്ട് ചില ന്യൂസുകളും കൂടിയിട്ട് ഇപ്പൊ പുറത്തോട്ട് വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വഴിയെ നോക്കാം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ലേഡിയെ ഈ ജസ്ന ചെന്നിട്ട് ചൊറിയാൻ നോക്കി. ആ ലേഡിയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് അങ്ങ് ജസ്നയെ അങ്ങ് മാന്തി ആ മൂലം പൂരാടും ഒക്കെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജസ്ന സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കരയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, എന്റെ കുട്ടിയുടെ ആവശ്യത്തിന് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, അവിടുത്തെ ഡോക്ടർ എന്നെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞിട്ടൊക്കെ കുറെ കരച്ചിലും ബഹളവും ഒക്കെ നമ്മൾ കേട്ടതാണ്. 10-20 കേസോളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസൊക്കെ കോടതിയിൽ വരികയും എന്നാൽ കോടതി പരിശോധനയിൽ അതെല്ലാം വെറുതെ ആണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുതരം തട്ടിപ്പ് തന്നെയല്ലേ? എന്തായാലും ഒരു ലേഡിയെ ചൊറിയാൻ ചെയ്തപ്പോ അവരങ്ങ് മാന്തി കൊടുത്ത്. അവരാണെങ്കിൽ ജസ്നയുടെ ഒരു വോയിസ് ക്ലിപ്പ് അങ്ങ് ഇപ്പൊ പബ്ലിക് ആക്കിയിട്ടുണ്ട്. എന്തായാലും ആ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചുതരാം. അപ്പൊ അതെന്താണെന്നത് നോക്കാം. പിന്നെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചതല്ല. എന്റെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് വന്ന് ചേർന്നിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. ആരെങ്കിലും അത് വേണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് യു എക്സാക്ട് ഡോക്യുമെന്റ്സ്. ഈ പറയുന്ന പെണ്ണുമ്പുള്ള വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്കപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇന്നലെ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഒരാള് ബലാത്സംഗം ചെയ്താൽ അയാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്താൽ പരാതി നമ്മൾ പിൻവലിക്കണമെങ്കിൽ കോംപ്രമൈസ് ആവാം. ഇത് പരാതി പിൻവലിക്കലല്ല, കോടതി ഇടപെട്ട് കോഷ് ചെയ്തിട്ടുണ്ട്. പരാതികളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സംഗതി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എനിക്കതിപ്പോ പബ്ലിക്കിൽ ഇടാൻ താല്പര്യമില്ല. കുറച്ച് 1-2 ഭാഗം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടേക്കാം. എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണല്ലോ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. രണ്ടാമത് പറഞ്ഞത്, ഞാൻ ഹണി ട്രാപ്പ് ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത്. ആ തെളിവാണ് ഈ പറഞ്ഞ സംഗതി. നീ ഒരു കേസ് കൊടുക്കുന്നു, ആ കേസിലെ വിചാരണ നടക്കുന്നു, ആ വിചാരണയിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതെടുത്ത് ദൂരെ കളയുന്നു. ഐ ഹാവ് സോളിഡ് എവിഡൻസ് അബൌട്ട് ദാറ്റ്. ഈ രണ്ടാമത്തെ കാര്യം, കുടുംബത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് ഇവക്ക് നല്ലപോലെ അറിയാം ഞാനിത് പുറത്തു വിട്ടുവരുമെന്ന്. ഇവക്ക് എന്താണെന്ന് അറിയാമോ? റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണെന്നാണ് എന്റെ ഒരു ഡൗട്ടല്ല. ഏകദേശം എനിക്ക് പൂർണ്ണ ബോധ്യം. അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവർ വിചാരിക്കുന്ന ABC മലയാളം പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ ഇല്ലാന്നാണ്. എന്റെ കയ്യിൽ കൃത്യമായിട്ട് അതിനുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഭാഷ കുഴപ്പമാണ് എന്നാണ് പറഞ്ഞത്. എന്റെ ഭാഷയാണ് നിനക്ക് പ്രശ്നം. തീർച്ചയായിട്ടും നീ പറഞ്ഞതിനോട് ഞാൻ യോജിച്ചു നിൽക്കുന്നു. നിന്നെ പോലെ ഒരു കൃമി വാണത്തിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. നീ എന്താണ് എന്ന് പുറം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നിനക്ക് നിർബന്ധമാണ്. അത് ഞാൻ ചെയ്യണമെന്ന് നീ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിങ്ങനെ ഹണി ട്രാപ്പിലൊന്നും പിടിക്കാറില്ല. ഹണി ട്രാപ്പ് എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ വിവരിച്ചു തരാം. ആണുങ്ങളെ കൊഞ്ചി കുഴഞ്ഞ് വിളിക്കുക, അവന്മാരുമായിട്ട് സംസാരിക്കാം, ചാറ്റിംഗ് നടത്തുക, ഈ ഇന്റർകോഴ്സ് നടത്തുക, അവന്മാരെ വീട്ടിലേക്ക് തള്ളി കയറി ചെല്ലുക, അവന്മാരുമായിട്ട് ഈ ബന്ധപ്പെടുക, അവന്മാരുടെ വീഡിയോ എടുക്കുക, ആ വീഡിയോ എടുത്തു വെച്ച് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് അവന്മാരുടെ പൈസ എടുക്കുക. ഇതാണ് ഹണി ട്രാപ്പ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവന്മാർക്ക് ആ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആകുമ്പോൾ അവന്മാർക്കെതിരെ കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് കേസ് കൊടുക്കും. കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി കാശ് വാങ്ങിക്കും. ഇതൊക്കെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുക. ഇത് 2 പേരെയും കള്ളം പറ്റിച്ചുകൊണ്ട് നീ മൂന്നാമതൊരു വ്യക്തിയോട് കൊഞ്ചി കൊഴയുന്നതിന്റെ ഒരു വോയിസ് ആണെന്ന് കേൾപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത് നീ എന്റെ പേരൻസിനെ പറഞ്ഞോണ്ടാ, എന്റെ കുടുംബത്തിനെ പറഞ്ഞോണ്ടാ. എന്ത് നീ പറഞ്ഞെന്താ? ഞാൻ നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഭാഷകൾ ഉപയോഗിച്ചെന്നല്ല പറഞ്ഞത്. ശരി, ഞാനും 2 വിവാഹം കഴിച്ചിട്ടുണ്ടടി. ഈ 2 പേരും പറയത്തില്ല ഞാൻ ഇമാതിരി ഭാഷകൾ ഉപയോഗിച്ച ആളുകളെ വലയിലാക്കി കുപ്പിയിലാക്കിയെന്ന്. ഈ ഒരു സംസാരം ഒന്ന് കേൾക്കാം. ഇവളല്ല എന്ന് പറയല്ലേ, അതിനുള്ള വോയിസ് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുതരികയാണേ.
ആരാട്ടാ? ഞാൻ വിളിച്ചിട്ട് ഏട്ടൻ ഫോൺ എടുക്കാനിട്ടാ. അല്ല ഏട്ടൻ വിളിച്ചപ്പോ ഞാൻ കുളിക്കുക കേട്ടോ, അതുകൊണ്ടാ. അയ്യോ കുളിയൊന്നും കാണണമെന്ന് അവൻ പറയുമ്പോൾ ആ കിണി എന്തായാലും നിന്റെ കെട്ടിയവനല്ലല്ലോ, നിന്റെ അരുണേട്ടനും അല്ല. അപ്പൊ അതൊരു തേർഡ് പേഴ്സൺ തന്നെയാണ് അല്ലേ? അയാൾ നിന്റെ കുളിയൊന്ന് കാണണം, എത്ര നേരമാണ് നീ കുളിക്കണേന്ന് ചോദിക്കുമ്പോ കിണത്ത് നീ സംസാരിക്കുന്നിടത്ത് നീ ഏതാ എനാന്ന് അതിനകത്തില്ലേടി? അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് കുറഞ്ഞു പോയില്ലേ? അല്ല ഞാൻ തിരിച്ചു വിളിച്ചു, അപ്പൊ ഏട്ടൻ ബിസി, പിന്നെ ഏട്ടൻ ഫോൺ എടുത്തില്ല. ഏട്ടൻ എവിടെയുള്ളേ? ഞാൻ നാട്ടിലുണ്ടായിരിക്കുന്നേ. ആണോ? കോഴിക്കോടേക്കൊന്നും വരുന്നില്ല? കോഴിക്കോടേക്കൊന്നും വരുന്നില്ല? ആണോ? പിന്നെന്തല്ലേ ഏട്ടാ, ഏട്ടനിപ്പോ എന്താ സിനിമന്റെ പരിപാടിയൊന്നുമില്ല? പരിപാടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചതാ. സിനിമന്റെ എന്തോ പ്രൊഡ്യൂസർ അങ്ങനല്ലോ? സിനിമന്റെ എന്തോ പ്രൊഡ്യൂസർ അല്ലോ ഏട്ടനെ? എങ്ങനാ? ആ സിനിമ ആണോ? എന്റെ അടുത്ത് ഏട്ടാ ഒരാൾ എങ്ങനെ? ഞാൻ അഭിനയിക്കുന്നൊന്നുമില്ല. അതിനുള്ള ഭംഗിയില്ല ഏട്ടാ എന്നെ കാണാന്. ഞാൻ അഭിനയിക്കുന്നില്ല. അതെ ആണോ? അല്ല എന്നോട് ഒരാളേട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനോട് കഥ കേൾക്കുമെന്ന്. അല്ല ആരാന്നറിയോ ഏട്ടാ? പിന്നെ ഞാൻ ഏട്ടനോട് ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റിൽ എനിക്ക് കണ്ണനെ വരയ്ക്കാൻ വേണ്ടിട്ട് എന്നെ സഹായിച്ചൊരു ആളെ പറ്റി വരയ്ക്കാനും അവരുടെ കാര്യമൊക്കെ പറഞ്ഞു. അവരന്നപ്പോ അവരെനിക്ക് അത്രയും ഒരു ഉപകാരം ചെയ്തിട്ട് ഏട്ടനോട് ഇങ്ങനെ ചോദിച്ചോന്ന് വെക്കുമ്പോ അല്ല എനിക്കൊന്നും അറിയില്ലെങ്കിലോ, വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലോ. അല്ല ഒരു പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ? ആണോ? ഓ ആയിക്കോട്ടെ ഏട്ടനെ. ആയിക്കോട്ടെ ഏട്ടനീ. കണ്ണനെ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല കേട്ടോ. ഇന്നലത്തെ ചലഞ്ച് ഞാൻ വാപ്പസ് വാങ്ങിച്ചത്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നെ കേട്ടത്തില്ല. നീ ഈ നാട്ടുകാരെ വലിപ്പിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് നീ ഇനി പുതിയ സിസ്റ്റങ്ങളും കൊണ്ടുവന്ന് നീ ഇസ്ലാമിന്റെ തലയിലോട്ട് മണ്ടയിലോട്ട് വലിഞ്ഞടിച്ച് കയറാതെ പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള വഴി ആലോചിക്കും. എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിന്റെ കെട്ടിയവനല്ല, നിന്റെ കേട്ടനല്ല, നിന്റെ അരുൺ കേട്ടനും അല്ല, ഏതാണ്ട് പ്രൊഡ്യൂസർ യന്ത്രമാണ്. എന്ത് തന്നെയായാലും ആ സംസാര രീതിയിൽ ഏകദേശം ഉദ്ദേശിക്കാവുന്ന കാര്യം അത്യാവശ്യം നല്ല ഫസ്റ്റ് ക്ലാസ് ബസ് സ്റ്റാൻഡ് കക്കൂസാണ് നീ. അങ്ങനെയുള്ള ബസ് സ്റ്റാൻഡ് കക്കൂസുകളെടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിൽ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? പറയേണ്ടതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ